ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പായസം കൊണ്ടാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 3-4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പാല് എടുത്തിട്ടുണ്ട്. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ചക്ക കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന കേട്ടോ. ഒരു വർഷം മുന്നേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ചക്കയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചക്ക ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ ആദ്യം ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തു. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൽ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. തേങ്ങാപ്പാലാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ യോജിപ്പിച്ച് ചെയ്യാമായിരുന്നു. ഇത് പശുവിൻ പാലായതുകൊണ്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവെടുക്കുക. അതിന് വേണ്ടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തേങ്ങാക്കൊത്ത് ഒന്ന് നല്ലപോലെ ചുവപ്പ് കളറാവട്ടെ. അതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രൗൺ കളറായതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം വറവായതിന് ശേഷം നമുക്കിത് പായസത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം റെഡിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല രുചിയാണ്. കഴിക്കാനും നല്ല രസമാണ്. എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ.